ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ആഗ്രയിലുള്ള ആഗ്രയിൽ നിന്ന് നേരെ ഡൽഹിക്ക് പോവാണ്. അപ്പോൾ ഞാൻ റെയിൽവേ സ്റ്റേഷനിലെത്തി ഡൽഹിക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇന്നൊരു ചെറിയ മഴയൊക്കെ ഉള്ള ദിവസമാണ്. സ്റ്റേഷൻ്റെ ഫ്രണ്ടിലൊക്കെ നല്ല റഷാണ്. ടിക്കറ്റ് നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട്. UTS വഴി ഓൾറെഡി ടിക്കറ്റ് ബുക്ക് ചെയ്തതാണ്. അപ്പോൾ പിന്നെ ടിക്കറ്റ് ക്യൂ ഒന്നും നിൽക്കേണ്ട ആവശ്യമില്ല. 3ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് നമ്മളെ ട്രെയിൻ വരിക. ഇന്നലെ രാവിലെയും നല്ല മഴയാണ് ഇവിടെ 11 മണി വരെ. ഇന്നും ഒരു മഴേൻ്റെ കോള് ചെറുതായിട്ട് ഇങ്ങനെ ചാറിയിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ റെയിൽവേ സ്റ്റേഷൻ്റെ അകത്ത് കയറി നമ്മൾ. അപ്പം അവിടെ സെക്യൂരിറ്റി ചെക്കൊക്കെ ഉണ്ട്. ബാഗൊക്കെ അവർ സ്കാൻ ചെയ്യും. അങ്ങനെയൊക്കെയാണ് ഇതിനകത്ത് കയറുക. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കയറി ഈ കിടക്കുന്ന ഗുഡ്സ് ട്രെയിനിൽ കണ്ടോ, ചാർക്കോളാണുള്ളത്. അത് ചാർക്കോളാണെന്ന് തോന്നുന്നു. കറുപ്പ് കളറിൽ ചാർക്കോളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അറിയില്ല കേട്ടോ, ഇനി വല്ല വേറെ എന്തെങ്കിലും സാധനമാണെന്ന്. കറുപ്പ് കളറിൽ കണ്ടിട്ട് അത് ചാർക്കോൾ പോലെ തോന്നുന്നു. ഇനി ചാർക്കോളാണെങ്കിൽ തന്നെ ഇങ്ങനെ ഓപ്പൺ ആക്കിയിടുമോ വെയിലും മഴയൊക്കെ കൊണ്ടിട്ട്, അറിയില്ല. എന്തായാലും ചാർക്കോൾ പോലെ തോന്നുന്നുണ്ട് ആ സംഭവം. ചിലപ്പോൾ ചാർക്കോളായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിരിക്കും. ആ ട്രെയിൻ ഈ ഗുഡ്സ് ട്രെയിൻ ഫുള്ള് നിറച്ചിട്ടുണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് മുകളിലേക്ക് പോകാൻ ഇവിടെ എസ്കലേറ്റർ ഉണ്ട്. എസ്കലേറ്റർ വഴി മുകളിലേക്ക് പോകാം. പ്ലാറ്റ്ഫോം 3 ആണ് നമ്മളത്. ആ സൈഡിൽ ഏതോ ഒരു ട്രെയിൻ വന്നിട്ടുണ്ടല്ലോ. ഇവിടെ ആഗ്ര പേട എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട് കേട്ടോ. അത് ആഗ്ര പേട ഫേമസ്. കാരണം ഈ താജ്മഹൽ ഉണ്ടാക്കുന്ന കാലത്ത് ചക്രവർത്തി അവിടെയുള്ള പണിക്കാർക്കൊക്കെ സ്ഥിരമായിട്ടൊരു ഫുഡായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം ആ ഫുഡ് ഒന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അന്ന് ഫുഡൊക്കെ ഉണ്ടാക്കുന്ന ആളുടെ അടുത്ത് ഡിസ്കസ് ചെയ്തപ്പോൾ അവരങ്ങനെ ഉണ്ടാക്കിയെടുത്ത ഒരു സംഭവമാണ് ഈ ആഗ്ര പേട എന്ന് പറയുന്നത്. അതാണ് ഇതിൻ്റെ പേടേൻ്റെ പുറകിലുള്ളൊരു സ്റ്റോറി. ഇവിടെ എല്ലായിടത്തും ആഗ്ര പേടേൻ്റെ ഷോപ്പ് കാണാം. അപ്പോൾ ഞാൻ ചോദിച്ചു അതിൽ മിൽക്ക് ആഡ് ചെയ്തിട്ടാണോ ഉണ്ടാക്കുന്നതെന്ന് ഒരു ഷോപ്പുകാരനോട് ഇന്നലെ ചോദിച്ചായിരുന്നു. അപ്പോൾ പുള്ളി പറഞ്ഞത് അതിൽ മിൽക്ക് ആഡ് ചെയ്യില്ല എന്നാണ്. ഷുഗറും പിന്നെന്തോ പംകിൻ അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങൾ പറഞ്ഞ് അതൊക്കെ ചേർത്തിട്ടാണ് അത് ഉണ്ടാക്കുന്നത് പറഞ്ഞത്. അതിൽ മിൽക്ക് ആഡ് ചെയ്യുന്നില്ല. അതുപോലെ ഞാനിപ്പോൾ ട്രെയിൻ കാത്തിക്കുന്നത് ജനറൽ കമ്പാർട്ട്മെൻറ്റിലാണ് കയറുന്നത് നമ്മളിന്ന്. അപ്പം ട്രെയിനിൽ ഇവിടെയാണ്, ബാക്ക് സൈഡിലാണ് വരുന്നത്. ഫ്രണ്ടിൽ 2 ബാക്കിൽ 2 അങ്ങനെയാണ്. അപ്പോൾ ഞാൻ ബാക്ക് സൈഡിലേക്ക് വന്നതാണ്. അതുപോലെ ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ ഞാനിപ്പോൾ കയറാൻ പോകുന്നത് കേരള എക്സ്പ്രസ് ആണ്. കേരള എക്സ്പ്രസ്സിൽ അത് ഡൽഹി വരെ ഉള്ളൂ. അപ്പോൾ അതിൽ തിരക്ക് കുറവായിരിക്കാനാണ് സാധ്യത. ആഗ്രാന്തിൽ ഒരുപാട് ആൾക്കാർ ഇറങ്ങും, മാഥുരയിൽ ഇറങ്ങും. അപ്പോൾ അവിടെ നിന്നൊക്കെ ഇറങ്ങി ഇനി ഇവിടെയും കുറേ ആൾക്കാർ ഇറങ്ങും. അപ്പോൾ കാലിയാവാനാണ് ചാൻസ് ഉള്ളൂ. ഇപ്പോൾ സ്റ്റേഷനിൽ ട്രെയിൻ വരാനായി. എന്നിട്ടും സ്റ്റേഷനിൽ അധികം തിരക്കൊന്നും കാണില്ല. എന്താ അവസ്ഥ എന്ന് ട്രെയിൻ വന്നാലേ അറിയുള്ളൂ. നമ്മളിപ്പോൾ അമൃതസർ ആ ഭാഗത്തേക്ക് പോകുന്ന ട്രെയിനുകളുണ്ട് ഇവിടുന്ന്. അപ്പോൾ അതിലൊക്കെ കയറുകയാണെങ്കിൽ അത് ലോങ് റൂട്ട്, ഇവിടുന്ന് ലോങ് റൂട്ട് പോകുന്ന ട്രെയിൻ ആയത് കാരണം നല്ല തിരക്കായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ അത് ചൂസ് ചെയ്യാതെ. കേരള എക്സ്പ്രസ് ആണ് ഡൽഹി വരെ പോകുന്ന ട്രെയിനാണല്ലോ. അപ്പോൾ തിരക്ക് കുറവായിരിക്കും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ്റെ പേരിലാണ് അത് സെലക്ട് ചെയ്തത്. അപ്പോൾ നമ്മൾ ട്രെയിൻ വരാനായി. പക്ഷേ സ്റ്റേഷനിൽ ആളുകൾ കുറവാണ്, ആരുമില്ല, ഞാൻ തന്നെ ഉള്ളൂ. അപ്പോൾ ഇനി ട്രെയിൻ വന്നു കഴിഞ്ഞാൽ തിരക്കാവുമോ എന്നുള്ള അറിയില്ല. ഇവിടെ കുറച്ച് 2-3 ആൾക്കാരുണ്ട്. ഞാനിപ്പോൾ റൂം ബുക്ക് ചെയ്തിട്ടുള്ളത് നോയിഡയിലാണ്. നോയിഡയിൽ വിനായക് ഹോസ്പിറ്റലുണ്ട്, അതിൻ്റെ അടുത്തുള്ളൊരു ഹോട്ടലുണ്ട്. അവിടെയാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പം നമുക്ക് ന്യൂഡൽഹി വരെ ടിക്കറ്റ് ഉണ്ട്. പക്ഷേ ന്യൂഡൽഹി അല്ല, നിസാമുദ്ദീനിൽ ഇറങ്ങിയിട്ട് നിസാമുദ്ദീൻ അടുത്താണ്. അപ്പം ലൊക്കേഷൻ നോക്കിയപ്പോൾ നിസാമുദ്ദീൻ അടുത്താണ്. അപ്പോൾ നിസാമുദ്ദീനിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് നമുക്ക് മെട്രോയ്ക്ക് പോകാം. മെട്രോയ്ക്ക് പോകാൻ പറ്റുന്നൊക്കെയാണ് ഞാൻ ഈ ഗൂഗിൾ നോക്കിയപ്പം മനസ്സിലായത്. അപ്പോൾ നമുക്ക് മെട്രോയ്ക്ക് പോകാം, പോയി നോക്കാം. പിന്നെ ഞാൻ ആ ഹോട്ടലിൽ വിളിച്ച് നോക്കിയിട്ടോ, അവിടേക്ക് എങ്ങനെ മെട്രോ സ്റ്റേഷൻ ഏതാ അടുത്തുള്ളതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്, അങ്ങോട്ട് പോകുന്നതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ട്. അവന്മാർ ജന്മണ്ടെങ്കിൽ ഫോൺ എടുക്കുന്നില്ല. ഇനി തിരിച്ച് വിളിക്കായിരിക്കും ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ. ഞാൻ 2-3 പ്രാവശ്യം വിളിച്ചിട്ട് അവർ ഫോൺ എടുത്തില്ല. നോക്കാം, നമുക്ക് അവർ തിരിച്ച് വിളിക്കാൻ എന്നുള്ളത്. നമ്മളെ ട്രെയിൻ വരുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അതോ അവിടുന്ന് വരുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ ഇരുന്നപ്പോൾ ചിന്തിക്കുകയാണ്, ഞാൻ എപ്പോൾ ഡൽഹിക്ക് വരികയാണെങ്കിലും നിസാമുദ്ദീനിലാണ് ഇറങ്ങാറ്. അപ്പോൾ ഇന്ന് പോയിട്ട് എന്തായാലും ന്യൂഡൽഹി തന്നെ പോയി ഇറങ്ങാം. ന്യൂഡൽഹിയിൽ ഇറങ്ങുന്ന സമയത്ത് നമ്മളെ താമസിക്കുന്ന സ്ഥലത്തേക്ക് കുറച്ച് ഒരു 5 കിലോമീറ്റർ കൂടി കൂടും. അത് കുഴപ്പമില്ല, നമുക്ക് ന്യൂഡൽഹി തന്നെ പോയി ഇറങ്ങാം. വന്നപ്പോഴൊക്കെ നിസാമുദ്ദീനിലാണ് വന്നിറങ്ങാറ്. അപ്പോൾ നമ്മളെ ട്രെയിൻ വന്നു, കേരള എക്സ്പ്രസ്. ഈ ട്രെയിന് ഉച്ചയ്ക്ക് 1:30 ആകുമ്പോൾ ഡൽഹിയിലെത്തും. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വലിയ തിരക്കൊന്നുമില്ല. പ്രതീക്ഷിച്ച പോലെ തന്നെ ഇരിക്കാനൊക്കെ സീറ്റ് ഇട്ടിട്ടുണ്ട്. ഫ്രണ്ട്സ്, നമ്മളെ ട്രെയിൻ ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഹസ്രത്ത് നിസാമുദ്ദീൻ എന്ന് പറയുന്ന സ്റ്റേഷനിലാണ്, ഡൽഹി തന്നെ. അപ്പോൾ നമുക്ക് റിട്ടേൺ നാട്ടിലേക്കുള്ള ടിക്കറ്റ് ഈ സ്റ്റേഷനിൽ നിന്നാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇനി അടുത്ത സ്റ്റേഷൻ എന്ന് പറയുന്നത് ന്യൂഡൽഹിയാണ്. നമുക്ക് ന്യൂഡൽഹി പോയി ഇറങ്ങാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്.
പ്ലാറ്റ്ഫോം 6 ന്യൂഡൽഹി, പ്ലാറ്റ്ഫോം 6, 7, ഇപ്പുറത്ത് 7 അവിടെയാണ് വന്നത്. അപ്പോൾ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലെത്തി നമ്മൾ. ഇവിടെ നമുക്ക് മെട്രോ സ്റ്റേഷനിൽ പോകാം, മെട്രോയിൽ പോകാൻ പറ്റും. ഇന്ന് ന്യൂഡൽഹി മെട്രോയിൽ നമുക്ക് നോയിഡയ്ക്കാണ് പോകേണ്ടത്. ഇവിടെ പിന്നെ എല്ലാ ഭാഗത്തേക്കും ഡൽഹി മെട്രോ ഉള്ളതിനെ കൊണ്ട് വലിയ സീനൊന്നുമില്ല. ഇപ്പോൾ ഇവിടുന്ന് നോയിഡയ്ക്ക് ഞാൻ ഡൽഹി മെട്രോയിൽ പേടിഎം വഴി ബുക്ക് ചെയ്യാൻ പറ്റും. 30 രൂപയേ ഉള്ളൂ. പെട്ടെന്ന് എത്തും, അരമണിക്കൂർ കൊണ്ട് എത്തുകയും ചെയ്യും. നമ്മളിപ്പോൾ മെട്രോ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. ഇവിടെയൊക്കെ എന്തെല്ലോ വർക്ക് നടക്കുന്നുണ്ട്. നമ്മളിപ്പം ഇവിടെ ഒരു ഗേറ്റ് ഉണ്ട്, ഗേറ്റ് 4, ഡൽഹി മെട്രോൻ്റെ ഗേറ്റ്. നമുക്ക് റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിൽ കൂടി തന്നെ പോകാം. പക്ഷേ ഞാൻ പുറത്തിറങ്ങിയിട്ട് വന്നതെന്ന് വെച്ചാൽ ഇവിടെയൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ്. ഇത് ഞാൻ മെട്രോൻ്റെ ഉള്ളിൽ നിന്ന് വാങ്ങിയാണ് മോമോസ്. ഇവിടെ എല്ലായിടത്തും മോമോസ് കിട്ടും. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ നോയിഡയിലെത്തി. നോയിഡ എന്ന് പറയുമ്പോഴത്തേക്കും UP-യിലാണ്, ഉത്തർപ്രദേശ്. ഇതാണ് മെട്രോ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ. ഇവിടെ സൈക്കിൾ റിക്ഷക്കാരുണ്ട്. ഇതിന് സൈക്കിൾ റിക്ഷ എന്ന് ഞാൻ പറയാൻ തോന്നുന്നു. അതിലല്ലെങ്കിൽ നിങ്ങളാരെങ്കിലും കമൻറ്റ് ചെയ്യും. എനിക്ക് അറിയുന്നത് ഇങ്ങനെയാണ്. ഇലക്ട്രിക് ഓട്ടോ ഉണ്ട്. പിന്നെ ഇവിടെ ഫുഡ് കഴിക്കാൻ ഒരുപാട് സ്ഥലമുണ്ട്. സ്ട്രീറ്റ് ഫുഡുകളാണ് അധികവും. ഈ റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തോട്ട് പോകണം കേട്ടോ. എന്നിട്ട് ഈ റോഡിൻ്റെ അപ്പുറത്തെ സൈഡിലാണ് നമ്മളെ റൂമുള്ളത്. റോഡ് ക്രോസ് ചെയ്ത് ഇപ്പുറത്ത് വന്ന് ഇവിടെ ഭയങ്കരമായിട്ട് കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു തിരക്ക് പിടിച്ച ഏരിയ കേട്ടോ. കണ്ടോ, ഇവിടെ എന്തൊക്കെയോ മാർക്കറ്റ് കാര്യങ്ങൾ, അങ്ങനെ ഭയങ്കരമായിട്ട് തിരക്ക് പിടിച്ചുള്ളൊരു ഏരിയ ആണ്. ഡ്രസ്സ് ഉണ്ട്, എല്ലാ സാധനങ്ങളും ഉണ്ട്. അങ്ങോട്ടൊക്കെ ഷോപ്പുകളും ഒരുപാട് ഡ്രസ്സിൻ്റെയും കുറേ സംഭവങ്ങളുണ്ട് ഇവിടെ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ റൂമിലെത്തി. നോയിഡയിൽ നമ്മൾ റൂമിലെത്തി. ഇങ്ങോട്ട് വരുന്ന വഴിയൊക്കെ ഉണ്ടല്ലോ, ഭയങ്കര റഷാണ്. ചെറിയ വഴിയിലൂടെയാണ് നടന്നു വന്നത്. പക്ഷേ ഇങ്ങോട്ട് കാറിൽ വരുന്ന വഴിയുണ്ടെന്ന് തോന്നുന്നു. അത് ഞാൻ നടന്നിട്ടാണല്ലോ വന്നത്, അതുകൊണ്ട് നടന്നിട്ടുള്ള വഴി കൂടിയാണ് വന്നത്. ഭയങ്കര റഷായിട്ടുള്ളൊരു ഏരിയ, മാർക്കറ്റിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ വന്നിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പം റൂമിലെത്തി. ഇതാണ് റൂം, ബെഡ്. പിന്നെ നമ്മൾ ഇതിന് മുമ്പ് താമസിച്ച സ്ഥലത്തുള്ള AC പോലത്തെ ഒരു AC, പഴയ ടൈപ്പ് AC ആണ്. പിന്നെ ഇതാണ് വാഷ്റൂം. വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇവിടെ ഒരു ചെറിയ ഇതുണ്ട്, ബേസിന് ഒരു വാട്ടർ ഉണ്ട്, കൈ കഴുകാനൊക്കെ പറ്റും. ഒരു ചെറിയ ടേബിളുണ്ട്. TV ഒന്നുമില്ല കേട്ടോ. നമ്മൾ ഇതിന് മുമ്പ് TV ഒക്കെ ഉണ്ട്. ഇവിടെയും ഉണ്ടൊരു AC, പക്ഷെ അത് വർക്ക് ചെയ്യില്ലാന്ന് തോന്നുന്നു. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.